ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു പരിപ്പ് കറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാനൊരു വീഡിയോ ആദ്യം ഇട്ടിട്ടുണ്ട്, അതുപോലെ കേട്ടോ. അത് നമ്മുടെ സാമ്പാർ പരിപ്പാണ്. ആ പരിപ്പ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി കൂട്ടാൻ വെക്കാം കേട്ടോ. അതെങ്ങനെയെന്ന് നോക്കല്ലേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി ചെറുതെടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ 2 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 4-5 അല്ലി നമ്മുടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊരു സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു 1/2 കഷ്ണം ഉള്ളി സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. നല്ലവണ്ണം ഉടഞ്ഞ് കിട്ടണം പരിപ്പ്. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് വേണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം, മിക്സിയുടെ ജാറിലിട്ടിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കറിക്ക് കട്ടി വേണ്ടവർ അതേപോലെ ചെയ്യുക, അതല്ലെങ്കിൽ അതിലേക്ക് ചുടുവെള്ളം ആഡ് ചെയ്തിട്ട് അത് വെള്ളം നീട്ടി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് വേണ്ടത് എന്താ വെച്ചാൽ ഇതിലേക്ക് വറവിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനതിന് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. എന്നിട്ട് അതിലേക്ക് കടുക്, കറിവേപ്പില, നമ്മുടെ ചുമന്ന വറ്റൽമുളക് എന്നിവ ചേർത്തിട്ട് മൂപ്പിക്കുക കേട്ടോ. അപ്പം നല്ല അടിപൊളി ഒരു കൂട്ടാനാണ് കേട്ടോ ഇത്. നല്ല രസമാണിത് കറി. ചോറിന് നല്ല രസമുള്ളൊരു കറിയാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, അപ്പം അറിയാം അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാനത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മളത് അടച്ച് വയ്ക്കുക. എന്നിട്ട് കഴിക്കാറാവുമ്പോൾ